ഏതൊരു ദുരന്തമുഖത്തും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും. അത് നമ്മളെ വേദനിപ്പിക്കുന്നതാണ്, നമ്മളെ എന്നും ഉലയ്ക്കുന്നതാണ്. അവിടെ മനുഷ്യരെ മാത്രമല്ല, ഒരുപക്ഷെ നമുക്ക് മിണ്ടാപ്രാണികളെയും കാണാൻ കഴിയും. ഒരു യജമാനന്മാരെ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് വളർത്തുമൃഗങ്ങളെയും കാണാൻ കഴിയും. അങ്ങനെ തേടി അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളും ദുരന്തഭൂമിയിലെ നൊമ്പര കാഴ്ചകളാണ്. അതിലേക്ക് മണ്ണാൽ പൊതിഞ്ഞ മുണ്ടക്കയും അവിടുത്തെ മനുഷ്യരും. കലിതുള്ളിയ പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനായപ്പോൾ ആ മണ്ണിൽ അവശേഷിച്ചത് ഇവരാണ്. മൃഗങ്ങൾക്ക് പ്രകൃതിയുടെ മുന്നറിയിപ്പ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മണ്ണ് പ്രാണനെടുക്കുമ്പോഴേക്കും കഴുത്തിലെ കെട്ട് പൊട്ടിക്കാനായി. മഴയിൽ നനഞ്ഞു വിറച്ചൊരു പൂച്ച, മണ്ണിലെവിടെയോ ഉള്ള തന്റെ യജമാനെ തിരയുന്ന നായ, ഇന്നലെ വരെ അന്നം തന്നവരെ തേടി അലയുന്ന കന്നുകാലികൾ. ദുരന്തമുഖത്തെ നൊമ്പരക്കാഴ്ചകളിൽ ഇവരുമുണ്ട്. സഹജീവികളെ കൂടി ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. അവർക്ക് കൂടി അഭയമൊരുക്കണം. ന്യൂസ് ഡെസ്ക് 24. ഇങ്ങനെയുമുണ്ട് ഒരുപാട് പേർ. അവരെയും നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. യജമാനന്മാരെ നഷ്ടപ്പെട്ട വളർത്തുമൃഗങ്ങൾ, അതും നൊമ്പര കാഴ്ചയിലാണ്. നമ്മളത് മുൻപും ഈ രീതിയിൽ പെട്ടിമുടിയിലും കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ കണ്ടതാണ്. സമാനമായി ഇവിടെയും ഈ ദുരന്തഭൂമിയിലും മുണ്ടക്കയത്തും ചൂരൽമലയിലുമൊക്കെ ഒരുപാട് അത്തരം ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇനി ഈ രക്ഷാപ്രവർത്തനം, അതിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രതീക്ഷ പകരുന്ന, നമുക്ക് നാളെ ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ആ പാലം, ബെയിലി പാലം. ഇത് യുദ്ധമുഖത്ത് സാധാരണഗതിയിൽ സൈനികർ ഉണ്ടാക്കുന്ന പാലമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ബലമുള്ള പാലം. അത് ഈ രീതിയിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രത്യേക കഴിവ് ഈ സൈനികർക്കുണ്ട്. അവർ അതിൽ വിദഗ്ധരുമാണ്. അങ്ങനെ ചൂരൽ മലപ്പുഴയുടെ ഇരു കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അങ്ങനെ മുണ്ടക്കയിലേക്ക് ഒരു പാസേജ് സാധ്യമാകുന്ന രീതിയിൽ ശക്തമായി തന്നെ ഉറപ്പുള്ള ഒരു പാലം ഈ രാത്രി കൊണ്ട് പണിത് തീർക്കുകയാണ് നമ്മുടെ പ്രിയ സൈനികർ. അവർ അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. അതിനായി രാവിലെ തൊട്ട് ഈ രീതിയിൽ പലയിടങ്ങളിൽ നിന്നായി അതിനുള്ള എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരികയും അതിൻ്റെ യന്ത്രഭാഗങ്ങൾ കൊണ്ടുവരികയും പിന്നീട് അത് ഘടിപ്പിക്കുകയും ചെയ്തു. ഒരു വേള അവർ തയ്യാറാക്കിയ താൽക്കാലിക പാലം നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ വലിയ മലവെള്ളപ്പാച്ചിൽ വന്നപ്പോൾ അത് തകർന്നു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതും ഒരു വലിയ സൂചനയാണ്. അങ്ങനെ മലവെള്ളപ്പാച്ചിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ എവിടെയോ, അല്ലെങ്കിൽ വന മേഖലയിൽ എവിടെയോ വലിയ മഴ പെയ്തിട്ടുണ്ടാകാം. അങ്ങനെയാണ് ആ നീരൊഴുക്ക് കൂടിയത്. അത് ഒരു സുഖമുള്ള കാര്യമല്ല, സുഖമുള്ള വാർത്തയുമല്ല, ആശാവഹവുമല്ല. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ മഴ മാറി നിൽക്കട്ടെ പൂർണ്ണമായും. ഈ രീതിയിൽ ഈ പാലത്തിലൂടെ സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ നമ്മുടെ ദൗത്യ സംഘത്തിന് കഴിയട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ആ പാലം പണി അല്പസമയത്തിനകം പൂർത്തിയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷഹദ് റഹ്മാൻ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ. ഷഹദ്, ഇന്ന് രക്ഷാപ്രവർത്തനം അതിൻ്റെ ഏറ്റവും ത്വരിതഗതിയിൽ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പലയിടങ്ങളിലായി പോയി എങ്കിലും ഇനിയും കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലയുണ്ട് മുണ്ടക്കയിൽ എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ അവിടേക്ക് പോകാൻ നമുക്ക് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. മണ്ണ് അത്രമാത്രം കനത്തിൽ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതൊക്കെ മാറ്റി വേണം മുന്നോട്ട് പോകാൻ. അത്തരം യന്ത്രങ്ങൾ എത്തിക്കാനുള്ള ഒരു പാസേജാണ് ഇപ്പോൾ ഈ ബെയിലി പാലം നിർമ്മാണത്തിലൂടെ സാധ്യമാവുക. വിവരങ്ങൾ. ഇന്നത്തെ രക്ഷാപ്രവർത്തനം വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും കാലാവസ്ഥയാണ് വെല്ലുവിളിയായിട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നത്. 3 മണിയോടുകൂടി കനത്ത മഴയാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതിനാൽ അതായത് കാലാവസ്ഥ ഒട്ടും അനുകൂലമായിരുന്നില്ല, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി, അത് വൈകിട്ട് 6 മണിയോടുകൂടി പൂർണ്ണ അർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ തന്നെ അതീവ ശ്രദ്ധ പുലർത്തണം എന്നുള്ളൊരു കാര്യമാണ് ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. കൂടാതെ ഈ ഉരുൾപൊട്ടൽ സാധ്യതയും ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉരുൾപൊട്ടൽ സാധ്യത, മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം, അതുപോലെ തന്നെ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖലയിലുള്ള ആളുകൾ അതീവ സുരക്ഷയോടുകൂടി തന്നെ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്
കുറുമ്പാലക്കോട്ട, അതുപോലെ തന്നെ ലക്കിടി മണിക്കുന്നുമല, മുട്ടിൽ കോൽപ്പാറ കോളനി, കാപ്പിക്കളം സുഗന്ധഗിരി, അതുപോലെ തന്നെ പൊഴുതന പ്രദേശങ്ങൾ എന്നീ മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നൊരു കാര്യമാണ് ജില്ലാ കളക്ടർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പിലേക്ക് മാറാനാണ് ഇത്തരക്കാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനായിട്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരോടും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർമാരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലയിൽ 82 ക്യാമ്പുകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. 8304 പേരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നത് ഈ റോഡ്, അതായത് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള റോഡ് നിർമ്മിക്കുക, അതുപോലെ തന്നെ ഈ ഏതെങ്കിലും കെട്ടിടങ്ങൾക്കുള്ളിലോ വീടുകൾക്കുള്ളിലോ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറെ അധികം മൃതദേഹങ്ങളാണ് വിവിധ മേഖലകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ പരമാവധി മനുഷ്യ സഹജമായിട്ട് മനുഷ്യനെ കൊണ്ട് സാധിക്കും വിധത്തിൽ ഈ കെട്ടിടങ്ങൾക്കുള്ളിലും അതുപോലെ തന്നെ വീടുകൾക്കുള്ളിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും വില്ലനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് മഴ തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായിട്ട് ഇടവിട്ടുള്ള മഴയുണ്ടായിരുന്നു. അത് ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തമായിട്ടുണ്ടായിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വൈകിട്ട് 4 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയും 6 മണിയോടുകൂടി പൂർണ്ണ അർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കരയ്ക്ക് അപ്പുറത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ഈ ചൂരൽമലയ്ക്ക് അപ്പുറത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെയൊക്കെ തന്നെ ഏകദേശം 100ഓളം വരുന്ന ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ മറുകരയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മറുകരയിലേക്ക് എത്തിക്കാൻ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാനും അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരാനും പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നേവി നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക പാലമായിരുന്നു. പക്ഷേ ഇന്ന് ഈ മഴ ശക്തമാവുകയും ഉൾവനത്തിൽ മഴ ശക്തമായ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് ഈ മേഖലയിലേക്ക് ഉണ്ടായിരുന്നത്. വെള്ളത്തിൽ വലിയ രീതിയിലുള്ള അടിയൊഴുക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലം വഴി ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുന്നതും ഇറക്കുന്നതും അത്ര അനുചിതമല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് ഈ പാലത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ മഴ കുറച്ചൊന്ന് ശമിക്കുകയും ഈ കുത്തൊഴുക്ക് കുറയുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകരെ പൂർണ്ണമായിട്ടും ഇക്കരയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്, അതായത് നാളത്തെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പോവുക എന്നുള്ളതാണ് ഇനി നമ്മളെല്ലാവരും ഏവരും ഉറ്റുനോക്കിയിരുന്നുണ്ടായിരുന്നത്. അതിന് നമ്മളെല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബെയിലി പാലത്തിന്റെ നിർമ്മാണമാണ്. അത് നാളെയോടുകൂടി പൂർത്തിയാകും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഇപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് നാളെ വൈകിട്ടേ ഇതിൻ്റെ പണി പൂർത്തിയാകുകയുള്ളൂ എന്നുള്ളതാണ്. അതിനും പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ കാലാവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് നാളെ വൈകിട്ടോടുകൂടിയേ ഇതിൻ്റെ പാലം പണി പൂർത്തിയാവുകയുള്ളൂ. 190 അടി നീളത്തിലാണ് ഈ പാലം നിർമ്മിക്കുന്നത്. അതിൽ 24 ടൺ വരെ ഭാരം കയറ്റാനാകും എന്നുള്ളതാണ്. അതാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. കാരണം നാളത്തെ പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനം, നാളത്തെ എന്നല്ല ഇനി മുതലുള്ള പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഈ വലിയ വാഹനങ്ങൾ അല്ലെങ്കിൽ വലിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ്. കാരണം മനുഷ്യനെ കൊണ്ടാകും വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള രക്ഷാപ്രവർത്തനവും ഇപ്പം ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ വൈകിട്ട് വരെയും അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളായിരിക്കും നടക്കുക. എന്നാൽ പിന്നീടുള്ള മണിക്കൂറുകളിലേക്ക് ഈ വലിയ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് പ്രധാനമായിട്ടും നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വലിയ വലിയ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ വീടുകൾ, വാർപ്പുകളൊക്കെ പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. കൂടാതെ വലിയ ഉരുളൻ കല്ലുകളൊക്കെ വന്ന് പതിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ നിന്നൊക്കെ ഈ കല്ലുകൾ മാറ്റുക, അതുപോലെ തന്നെ ആരെങ്കിലും ഇത്തരത്തിൽ ഈ കല്ലുകൾക്കടിയിൽ അകപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വീടുകൾക്കുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തെരച്ചിൽ നടത്താനും അല്ലെങ്കിൽ പിന്നീട് പരിശോധനകൾ നടത്താനും ഒക്കെ തന്നെ ഈ JCBയുടെയും അതുപോലെ തന്നെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വാഹനങ്ങളാണ് പ്രധാനമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ, അത്തരത്തിലുള്ള വലിയ യന്ത്രങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായിട്ടും ഇവിടെ ആശ്രയിക്കുക. അപ്പോൾ ഇന്ന് മഴയ്ക്ക് മുമ്പ് തന്നെ, ഉച്ചയ്ക്ക് മഴയ്ക്ക് മുമ്പ് തന്നെ അത്തരത്തിലുള്ള വലിയ വലിയ യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി ഏറെ വൈകിയിരിക്കുന്നു. ആ ഘട്ടത്തിലും യന്ത്രങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇവിടെ സജ്ജമാണ്. ഇനി ഇത് മറുകരയിലേക്ക് എത്തിക്കേണ്ട നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് ഈ പാലം പൂർണ്ണ അർത്ഥത്തിൽ സജ്ജമായാൽ മാത്രമേ ഈ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതേ സമയത്ത് ഇന്നൊക്കെ നിർമ്മിച്ചിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള റോഡുകൾ, ഈ റോഡുകൾ വഴി പരമാവധി ഇത്തരത്തിൽ ഹിറ്റാച്ചികളും അതുപോലെ തന്നെ JCB ഉൾപ്പെടെയുള്ള വലിയ യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കുറേ അധികം മൃതദേഹങ്ങളാണ് വിവിധ മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ഏറെ വേദന ജനിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെറിയ
കുട്ടിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം നമുക്ക് ഇന്ന് ലഭിച്ചു. അത്തരത്തിൽ വേറെ വേദന ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇന്ന് ഈ ദുരന്ത ഭൂമിയിൽ ഉടനീളം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ അപ്പുറത്ത് മറ്റൊരു കാഴ്ച നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്, നമ്മൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ പുത്തുമലയിലായാലും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെ ഉരുൾപൊട്ടിയ കവളപ്പാറയിലുമൊക്കെ ഉരുൾപൊട്ടിയ സമയത്ത് നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ മൃഗങ്ങൾ, പ്രത്യേകിച്ച് നായ, അതുപോലെ തന്നെ കന്നുകാലികൾ, പൂച്ച ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ അവരുടെ യജമാനെ തേടി ഈ മേഖലയിലൂടെയൊക്കെ തന്നെ തെരഞ്ഞു നടക്കുന്ന കാഴ്ച, അതും നമ്മളെ ഇന്ന് ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. പിന്നീട് ഈ റെസ്ക്യൂ സംഘം ഇത്തരം മൃഗങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന കാഴ്ചയും നമുക്ക് ഇന്ന് ഇവിടുന്ന് കാണാൻ സാധിച്ചു. എന്തായാലും ഇന്നത്തെ ഈ രക്ഷാപ്രവർത്തനം അത് വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നാളെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലയിലുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ അവലോകന യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ പൂർണ്ണാർത്ഥത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. യെസ്, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. നാളെ രാവിലെ 6 മണിക്ക് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ബെയിലി പാലം തന്നെയാണ് നാളെ ഏറ്റവും സഹായകരമായിട്ടുണ്ടാവുക. അതിൻ്റെ നിർമ്മാണം ത്വരിതഗതിയിൽ നടക്കുകയാണ്. അല്പസമയത്തിന് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സൈനികർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം.